ഹലോ കൂട്ടുകാർ, ഇതുകൊണ്ട് ഞാൻ 60 രൂപയ്ക്ക് മേടിച്ച മെലോസ്റ്റാമ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? കണ്ടോ, ഒരു കേടുമില്ല. നിറയെ പൂക്കളെ കണ്ടോ, 3 പൂക്കൾ 4 പൂക്കളൊക്കെ അടുപ്പിച്ചാണ് ഉണ്ടാകുന്നത്. കണ്ടോ, നല്ല കളറ് കണ്ടോ, 3 പൂക്കൾ കട്ടയായിട്ടുണ്ടായി നിൽക്കുന്നത് കണ്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരു കേടുമില്ല ഇലകൾക്കൊന്നും. അതുകൊണ്ട് മേടിച്ചാണ്, 60 രൂപയ്ക്ക് മേടിച്ചാണ്. ഞങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള. കേട്ടോ, എത്ര ഭംഗിയാണ് കാണല്ലേ. മേടിച്ച് 4 ദിവസം കഴിഞ്ഞ് പൂക്കളുണ്ടായി. മേടിച്ചപ്പോൾ മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ചട്ടിയിലാണ് നട്ടേക്കുന്നത്. കേട്ടോ, 60 രൂപയുടെ ചെടിക്ക് ഇത്ര മുഴുപ്പുണ്ട്. മെലോസ്റ്റാമ പണ്ട് കാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയായിരുന്നു. എന്നാൽ അതിന് കദളി എന്ന് പറയും, ഇപ്പോൾ അതിന് മെലോസ്റ്റാമ എന്ന് പറയുന്നു. നേഴ്സറിക്കൂടെ എല്ലാം ഉണ്ടായി. എല്ലാവരും മേടിച്ച വീട്ടിൽ നട്ട് അതിന് മെലോസ്റ്റാമയായി. കണ്ടോ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് കാട്ടിലുണ്ടായിരുന്നു. കണ്ടോ, നല്ല ഭംഗി. 60 രൂപയ്ക്ക് നഷ്ടമില്ല അല്ലേ കൂട്ടുകാരെ? ഏറ്റവും മുകളിൽ ഞാൻ മണലിട്ടു, എന്നിട്ടാണ് അതിൻ്റെ അകത്ത് ചട്ടിയുടെ അടിഭാഗത്ത് ചാണകപ്പൊടി മണ്ണുകൂടി കുറച്ചിട്ടു. പിന്നെ മണല കൂടുതലും ചേർത്തേ. മഴക്കാലം ആയതുകൊണ്ട് അധികം വളമൊന്നും ചേർത്തില്ല. കേട്ടോ, എന്നാ ഭംഗിയാന്ന് നോക്ക്. പണ്ട് എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നേ. അതെന്നിട്ട് അത് പോയി. അതുകൊണ്ട് ഇത് വേറെ മേടിച്ചു. അത് ധാരാളം പൂ ഉണ്ടാകാനല്ലേ ഞാൻ ഗ്ലാസ് തൈര് എടുത്തിട്ട് അതിന് 2-3 ഇരട്ടി വെള്ളം ചേർത്ത് അതിൻ്റെ ചോട്ടി ഒഴിച്ചു. അപ്പോൾ നിറയെ പൂക്കളുണ്ടായി. കണ്ടോ, നല്ല രസം കാണാൻ. ഇതിൻ്റെ തളിര് കൂമ്പ് നട്ടാൽ ഉണ്ടാകുമെന്ന് പറയുന്നേക്കാം. പക്ഷെ ഞാൻ നട്ടു നോക്കിയിട്ട് ഇതുവരെ ഉണ്ടായില്ല. ഇനി നട്ടു നോക്കണം. കണ്ടോ, നല്ല രസം. മെലോസ്റ്റാമ വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്. ഇവിടെ വയലറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പൂ വിരിയാൻ തുടങ്ങിയ പിന്നെ എന്നും തന്നെ പൂക്കളുണ്ടായി. 10-11 ദിവസമായുള്ളൂ മേടിച്ചിട്ട്, എന്നും പൂക്കളുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.